ഇന്ന് നമുക്ക് രണ്ട് വീഡിയോ കാണാനുണ്ട്. ആദ്യത്തെ വീഡിയോ നമ്മുടെ രാജാവ് ഗോപിയുടെ വീഡിയോ ആണ്. രാജാവ് ഗോപി ജനങ്ങളെയൊക്കെ ആൽമരത്തിന്റെ താഴെ കുത്തിയിരിപ്പിച്ച് എന്തൊക്കെയോ ചോദ്യവും ഉത്തരവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കാണാനിടയുണ്ട്. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ടത്തെ രാജഭരണമാണ്. രാജാക്കളൊക്കെ പണ്ട് ജനങ്ങളെ കൂട്ടിയിരിപ്പിച്ച് അതിന്റെ ഇടയിൽ വന്നിട്ട് ചർച്ചയൊക്കെ നടത്തുന്നുണ്ടല്ലേ. അതേപോലെയാണ് രാജാവ് ഗോപിയുടെ ഈ ഒരു സംവാദം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്തായാലും ഈ വീഡിയോ നമുക്ക് കാണാനുണ്ട്. രണ്ടാമത് നമ്മൾ കാണാൻ പോകുന്ന PC ജോർജിന്റെ ഒരു പുന്നാര മോനുണ്ടല്ലോ, ഷോൺ ജോർജ് എന്ന് പറഞ്ഞ ഇദ്ദേഹം 2 ദിവസങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങളിൽ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നതൊക്കെ കേട്ടു. ഇതേപോലെയുള്ള ക്രിസ്തങ്കികളൊക്കെ മാധ്യമങ്ങളെ കൂട്ടി വിളിച്ചുകൊണ്ട് എന്തെങ്കിലും പറയുമ്പോൾ അത് BJPയെ വെളുപ്പിക്കാനുള്ള ഒരു തന്ത്രം, അതായത് ക്രിസ്തങ്കികളാണ് ഇവരെന്ത് പറയുമ്പോഴും BJPക്കാരെ തലയിൽ വെച്ചിട്ടേ പറയുള്ളൂ, അതൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ 2 വീഡിയോ ഒന്ന് കാണാനുണ്ട്. ആദ്യം തന്നെ ഗോപിയുടെ വീഡിയോ കണ്ടു തുടങ്ങാം. ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ വരുന്നത് എന്താ പറയേണ്ടത് എന്ന് ആലോചിക്കണ്ടേ? അപ്പോ ഇതേപോലെയൊക്കെ എക്സ്പ്രഷൻ വന്നു പോകൂ. ആളാവാൻ വരരുത്. ഞാൻ രാജാവ് ഗോപിയെ കളിയാക്കാൻ വന്നതല്ല. കളിയാക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള ചാണക സംഖ്യകളൊക്കെ എന്റെ കമന്റ് ബോക്സിൽ ചാണകം വാരിയറിയും. അതുകൊണ്ട് തന്നെ നമുക്ക് സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങാം. ചേച്ചി അധികം വർത്താനം പറയല്ലേ. അതാ ഇയാളുടെ എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതൊക്കെ കാണുന്നത് കൊണ്ടാണ് ഞങ്ങളെ പോലെയുള്ള ബുദ്ധിയുള്ള ജനത, സംഖ്യകളല്ല പറയുന്നത്, ഇവിടെയുള്ള ബുദ്ധിയുള്ള ജനത പറയുന്നത് ഇയാള് രാജാവിന്റെ മനോനിലയുള്ള ആളാണെന്ന്. ഞാൻ ആ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിക്കാതെ നിൽക്കാൻ പറ്റില്ല. കാരണം ഇയാൾക്ക് ജന്മിത്ത മനോനിലയുണ്ട്. അത് പറഞ്ഞത് ശരി തന്നെയാണ്. തെറ്റാണെന്ന് ഇവിടെയുള്ള ചാണക സംഖ്യകൾ പറഞ്ഞു കഴിഞ്ഞാലും അതാണ് യാഥാർത്ഥ്യം. ഇയാൾക്കൊരു രാജാവിന്റെ മനോനിലയുണ്ട്, അത് സത്യം തന്നെയാണ്. എന്തായാലും ബാക്കിയാണ്. ഇഡി പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട്, അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക രാജാവ് സുരേഷ് ഗോപി അണ്ണനാ പറഞ്ഞത് സത്യം തന്നെയാണ്. രാജാവ് പറഞ്ഞത് ശരിയായ വാക്കുകളാണ്. കാരണം കാര്യവന് വരുന്ന തട്ടിയ പണം ഈട് പിടിച്ചു വെച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പോയിട്ട് വാങ്ങാൻ പറ. അത്രയും മനോഹരമായിട്ടാണ് ഈ ഒരു വാക്കൊക്കെ പറയുന്നത്. പക്ഷെ ഇയാൾ ഉള്ളിലുള്ള ഒരു സാധനം ഉണ്ടാ, ഒരു ദേശക്കാരനായിട്ടുള്ള രാജാവ്, അങ്ങനെയുള്ള രാജാവിനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് മാറി നില്ലട എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ട്. പക്ഷെ ഇതേ സ്ഥാനത്ത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള ജന്മിത്ത മനോനില ഉണ്ടല്ലോ, എന്തോ ഇതന്നെ ഈ മനോനിലയം വെച്ചിട്ട് ജനങ്ങളുടെ മുൻപിൽ ജനാധിപത്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യത്ത് വന്നിട്ട് ജന്മിത്ത മനോനിലയം കൊണ്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് നെല്ല് മോനെ എന്ന് വിളിക്കേണ്ട വരും രാജാവേ നിങ്ങളാ. അതുകൊണ്ടാണ് പറയുന്നത് മാന്യമായിട്ട്, ജനങ്ങളാണ് നിങ്ങളെ ജയിപ്പിച്ചത്, ആ ജനങ്ങൾക്ക് ബഹുമാനം കൊടുത്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തോ ഞാൻ സുരേഷ് രാജാവിന്റെ വീഡിയോ ചെയ്ത് തുടങ്ങിയ കാലം മുതലേ പറയാണ്, സുരേഷ് രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് അടിമത്തത്തിൽ ജീവിക്കുന്ന കാലത്ത് ജനിക്കേണ്ട ആളായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിന് ഇതേപോലെയുള്ള ആളുകളൊന്നും ആവശ്യമില്ല. എന്തോന്ന് പറഞ്ഞാ കൂടിപ്പോ പിന്നെ എന്തോ അത് വിട്. എന്തായാലും ബാക്കി കേക്ക്. അതുകൊണ്ട് അല്ല പറയുമ്പോ എല്ലാം വളരെ കർശനമായി തന്നെ പറയും, അതിനകത്ത് ദയയും കരുണയും ഇല്ല. സുരേഷ് രാജാവ് പറയുമ്പോൾ എല്ലാം സ്ട്രോങ് ആയിട്ട് തന്നെ പറയും, അതിന് ദയം കരുണയൊന്നും പ്രതീക്ഷിക്കേണ്ട. അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ രാജാവെ ഞങ്ങൾക്കും നിങ്ങളെ ഇതേപോലെ ദയയും കാരുണ്യവും ഇല്ലാതെ വിമർശിക്കാറല്ലേ, അങ്ങനെയല്ലേ ഇപ്പൊ പറഞ്ഞുകൊണ്ട് വന്നത്. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ദയം കാരുണ്യവും ഇല്ലാതെ വിമർശിക്കും. അപ്പൊ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് കേറിക്കാം. നിങ്ങളുടെ നെഞ്ചത്തോട്ട് ആരെങ്കിലും കേറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും വലിയ പൊട്ടത്തരം ചെയ്തു വെക്കുന്നത് കൊണ്ടല്ലേ അവന്മാര് നിങ്ങളുടെ നെഞ്ചത്തോട്ട് കേറുന്നത്. അപ്പൊ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് കേറിക്കാം. എടാ നമ്മുടെ രാജാവ് അത്രയും വലിയ കോമഡിയാണ് പറഞ്ഞത്, എന്റെ നെഞ്ചത്തോട്ട് കേറിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചിരി. കോമഡി തന്നെ രാജാവേ. നമ്മുടെ രാജാവ് സുരേഷ് ഗോപിയുടെ ചിരി ഉണ്ടല്ലോ, പൈസ കൊണ്ട് ആ ചിരിയും കളിയൊക്കെ വിട്. അടുത്തത് സീരിയസ് ആയിട്ട് നമ്മുടെ രാജാവ് എന്തൊക്കെയാ പറയാൻ പോകുന്നുണ്ട്. ഞാൻ അതിനുള്ള മറുപടിയും തന്നു കഴിഞ്ഞു. ഇതേ പറ്റും. വേണ്ടടാ, ഇതിനൊന്നും മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാനാണ് വലിയ ആള്, ഇതേ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മനോനിലുള്ള ആളുകളോട് മറുപടി പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അവരുടെ ജന്മം കൊണ്ട് തന്നെ അവന്മാര് ജന്മത്വത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ എത്ര മറുപടി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അവന്മാര് മറ്റുള്ളവരെ കാണാൻ അവന്മാരുടെ താഴെയുള്ള ജാതി പോലെയാണ് കാണാൻ. അതായത് ബ്രാഹ്മണ ജാതിയിലൊക്കെ ഉള്ള ആളുകൾ, താഴ്ന്ന ജാതിയിലുള്ള ആളുകളൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയില്ല, ആ ഒരു കാറ്റഗറി തന്നെയാണ് നമ്മുടെ സുരേഷ് അണ്ണൻ. അപ്പൊ അങ്ങനെയുള്ള മനോനിലയുള്ള ഉയർന്ന ജാതികളായിട്ടുള്ള മൊണ്ണകളോട് ഒന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അവന്മാര് മറ്റുള്ളവരുടെ അടിമത്തത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. അതായത് ഇവരുടേതായ കുറെ അടിമകൾ വേണമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന കുറെ മൊണ്ണകളാണ്. അങ്ങനത്തെ മൊണ്ണകൾക്കൊന്നും ഇതിന്റെ വില പോലും കൊടുക്കരുത്.